കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച വാർത്തയാണ് അധ്യാപികമാരായിട്ടിരുന്നവർ ലഹരിയുടെ കച്ചവടക്കാരായി മാറിയ കഥ. ലഹരിക്കടത്തിൻ്റെ പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഡോക്ടർമാർ, IT ജീവനക്കാർ, അതേപോലെ സെലിബ്രിറ്റികൾ ഇവരൊക്കെ പിടിക്കപ്പെടാറുമുണ്ട്. പക്ഷേ ലഹരിക്കെതിരെ പോരാട്ടം നടത്തേണ്ടുന്ന, ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നുവെന്ന് ചില ആളുകൾ കരുതിയിരുന്ന, കുട്ടികൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ലഹരിക്കടത്തിന് കൂട്ടുനിന്ന കഥ. വടകര പേരാമ്പ്രയിൽ നിന്നാണ് നമ്മൾ ആ കഥ കേട്ടത്. 3 അധ്യാപികമാരാണ് പിടിയിലായത്. കാവ്യ, കീർത്തന, നീഷ്മ. പേരൊക്കെ സൂപ്പറാണ്. ഇവരുടെ കഥകൾ കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് അവരുടെ നാട്ടുകാരും നമ്മളും. അതിൻ്റെ അപ്ഡേറ്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. പ്രിയ പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അധ്യാപികമാർ പ്രതിയായ, അവരെ അധ്യാപികമാരെന്ന് പറയാൻ കഴിയില്ല, അധ്യാപികമാരായിരുന്ന പേരാമ്പ്ര MDMA കേസിലെ മുഖ്യകണ്ണി വയനാട് സ്വദേശി എന്ന് സൂചന. അയാളെ ഉടൻ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഓൺലൈൻ ഡെലിവറി ബോയ് ജിജിൽ കുര്യാക്കോസിൽ നിന്നാണ് നിർണായകമായ വിവരം ലഭിച്ചത്. 1 കോടിയോളം രൂപയുടെ ഇടപാടാണ് ജിജിലിന്റെ അക്കൗണ്ടിലൂടെ നടന്നത്. അധ്യാപികമാരുടെ സുഹൃത്തായ മറ്റൊരു യുവതിയും അന്വേഷണ സംഘത്തിന്റെ റഡാറിലാണ്. കേസിൽ ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ശരത്. നമ്മളാകെ ഞെട്ടിത്തിരിച്ച കഥയാണ്. കാവ്യ, കീർത്തന, നീഷ്മ 3 പേരും അധ്യാപകരായിരുന്നു. അവർ ലഹരിക്കെതിരെ പോരാടേണ്ടവരായിരുന്നു. കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടവരായിരുന്നു. കുട്ടികളെ നേർവഴിക്ക് നയിക്കാനുള്ള അധ്യാപകരെ പരിശീലിപ്പിക്കേണ്ടവരായിരുന്നു. അവരാണ് ഈ ലഹരിക്കടത്തിന് ഇടനിലയായി നിന്നത്. ഇന്നലെ പുറത്തു വന്ന വിവരമനുസരിച്ച് ഇവർ കേവലം ലഹരിയുടെ ഇടനിലക്കാർ മാത്രമല്ല, ഇവരും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അന്വേഷണം ഇപ്പോൾ വയനാട്ടിലെ ഒരു പയ്യനിലേക്ക് പോകുന്നുവെന്ന് കേട്ടു. മറ്റൊരു യുവതി കൂടി നിരീക്ഷണത്തിലാണെന്ന് കേട്ടു. എന്താണ് ആ വാർത്തയുടെ ഏറ്റവും പുതിയ ഫോളോ അപ്പ് ശരത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അൻകുമാർ. അതായത് ഈ കേസിൽ നിലവിൽ 5 പേരാണ് അറസ്റ്റിലായത്. ഈ 3 അധ്യാപികമാരുൾപ്പെടെ 5 പേരാണ്. പക്ഷേ ഇതിൽ ഒതുങ്ങില്ല എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും പോലീസ് അന്വേഷണം പ്രധാനമായും നീളുന്നത് മുഖ്യ കണ്ണിയിലേക്കാണ്. അതായത് ഈ അധ്യാപികമാർക്കുൾപ്പെടെ ഈ ലഹരി സംഘത്തിന് ഇവരെ കൂടി ഭാഗമാക്കിയത് ആരാണ്, ഇവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നതും വിൽപ്പന നടത്തുന്നതും എങ്ങനെയാണ്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, ഇടനിലക്കാരായി ആരൊക്കെ പ്രവർത്തിച്ചു, എവിടെ നിന്നാണ് ലഹരി വരുന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ 5 പേർക്ക് പുറമെ മുഖ്യ കണ്ണിയിലേക്കാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. വയനാട് സ്വദേശിയായ ഒരു യുവാവിലേക്കാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നീളുന്നത് എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു കേസിൽ കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസിനെ പോലീസ് പിടികൂടിയത്. ജിജിലിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ജിജിലിന്റെ അക്കൗണ്ടിലൂടെ 1 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഈ ലഹരിയുടെ ഭാഗമായി നടന്നിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ള ലഹരി ശൃംഖലയുടെ ഭാഗമാണ് ജിജിൽ എന്ന അന്വേഷണ സംഘത്തിന് വ്യക്തമായതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. അതിൽ നിന്നാണ് നിർണായകമായ മറ്റൊരു പേര് കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് വയനാട് സ്വദേശിയുടെ പേരാണ്. ഈ ലഹരി സംഘത്തിന്റെ തലപ്പത്തുള്ള, അല്ലെങ്കിൽ ഈ മുഖ്യ കണ്ണികളിലേക്കുള്ള വിരൽ ചൂണ്ടുന്നത് വയനാട് സ്വദേശിയിലേക്കാണ് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും വയനാട് സ്വദേശിയെ കൂടി ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അധ്യാപികമാരെ ബന്ധിപ്പിച്ചതിൽ ഒരു യുവതിയുടെ പങ്ക് കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ അധ്യാപികമാർക്ക് ബാംഗ്ലൂരിലുള്ള ജോലി ചെയ്യുന്ന ഒരു യുവതിയുമായി പരിചയമുണ്ട്. ബാംഗ്ലൂരിലൊക്കെ തന്നെ ഈ അധ്യാപികമാർ നേരത്തെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് ബാംഗ്ലൂരിലുള്ള യുവതിക്കും ഈ ലഹരി സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രധാനമായും പിടിയിലായ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിവരങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം ഇവരുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇവർക്ക് ഈ ഇത്തരം ആളുകളുമായിട്ടുള്ള ബന്ധം, പിന്നെ ഇവരെ ലഹരി സംഘത്തിന്റെ ഭാഗമാക്കിയത് ആരാണ്, ആരൊക്കെയാണ് ഈ ലഹരി വിൽപ്പനയും ഈ വിൽക്കാനുള്ള ലഹരി എത്തിച്ചു നൽകുന്നതും എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് എന്തായാലും വിശദമായി പരിശോധിക്കുന്നു. നിലവിൽ എന്തായാലും പിടിയിലായ 5 പേർക്കപ്പുറം വലിയൊരു ശൃംഖല ഇതിലുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ പോലീസും വ്യക്തമാക്കിയത്. ഈ പിടിയിലായ ആളുകൾ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള എന്നാണായിരുന്നു ഇന്നലെ പോലീസ് ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ പേരുണ്ട്. വയനാട് സ്വദേശിയിലേക്കാണ് ഇപ്പോൾ ഒടുവിൽ അന്വേഷണം നേടുന്നത്. അത് മുഖ്യ കണ്ണിയാണ് എന്നുള്ളതാണ് സൂചന. ഓക്കെ, ഇപ്പോൾ ഒരു പ്രേക്ഷക പറയുന്നു, ബീനാമ ജോൺ, ഗുരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടവരാണ്. അവരിപ്പോൾ രുഗു ആയിരിക്കുന്നു എന്നാണ്. 32 വർഷം അധ്യാപികയായിരുന്നു. എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് ബീനാമ ജോൺ പറയുന്നു. ബീന ടീച്ചറെ, ഇത് ആ ടീച്ചർമാരുടെ കാലമല്ല, ഇത് പുതിയ ടീച്ചർമാരുടെ കാലമാണ്. എല്ലാവരും നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ട. എന്നാൽ പോലും BRCയിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലൊക്കെ പണിയെടുക്കുന്ന ഡെപ്യൂട്ടേഷനിലുള്ള മീൻസ് താൽക്കാലിക ജോലിക്കാരായിട്ടുള്ള ടീച്ചർമാരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പെർമനന്റ് ടീച്ചർ അല്ല. പക്ഷേ താൽക്കാലിക ടീച്ചർ ആണെങ്കിൽ പോലും ആ പണിയെടുക്കുമ്പോൾ അതിനൊരു അന്തസ്സില്ലേ. മാത്രമല്ല, ഇതിലെ ഒരു രസകരമായ കാര്യം,
ഇതിൽ ഒരു ടീച്ചർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ചുമതലയുണ്ടായിരുന്നയാളാണ്. പകൽ സമയത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണം, രാത്രിയിൽ പോയി ലഹരി, അല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. രാത്രി ലഹരിയും പകൽ ലഹരി വിരുദ്ധവും, ഇതാണ് പരിപാടി. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഈ ലഹരിക്കടത്തുകാർ കൊടുക്കുക. 99 ലക്ഷം രൂപയെ കണ്ടാണ് ഈ അധ്യാപകയുടെ വന്നത്. ഒരു പ്രേക്ഷക പറയുന്ന പോലെ അധ്യാപിക എന്ന് പറയരുത്, അധ്യാപഹി എന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. നമ്മളങ്ങനെ പറയാനേ ഉദ്ദേശിക്കുന്നില്ല, അധ്യാപികയായിരുന്ന. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പേരാമ്പ്ര ലഹരി കേസിൽ അധ്യാപകർ കുട്ടികൾക്ക് MDMA വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ റിപ്പോർട്ടറിനോട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഗൗരവമേറിയ വിഷയമാണ്. കുട്ടികൾക്ക് ഈ അധ്യാപികമാർ ഇടനിലക്കാരായി നിന്ന് ലഹരി വിതരണം ചെയ്തിട്ടുണ്ടോ? വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ശക്തമായ നടപടിയുണ്ടാകും. നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാണ്. അധ്യാപക സമൂഹത്തെ ആകെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകരുത്. റാഗിംഗ് തടയാൻ നിയമനിർമ്മാണം ഉറപ്പാക്കുമെന്നും N. ഷംസുദ്ദീൻ പറഞ്ഞു. സർ, ഒരു വശത്തെ ലഹരിക്കെതിരായ പോരാട്ടം നമ്മൾ തുടരുന്നുണ്ട്. അതിനിടയിലാണ് വടകരയിലെ VRC സ്കൂളിൽ ഈ ടീച്ചേഴ്സ് തന്നെ MDMA കേസിൽ പ്രതികളായി വരുന്നത്. അപ്പോൾ അതിനെ ഇനി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടികൾ? ഇത് വളരെ ഒരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം അധ്യാപന വൃത്തി എന്ന് പറയുന്നത് വേതനത്തിന് വേണ്ടിയുള്ളൊരു സേവനമല്ല. അത് കൃത്യമായി ഒരു സർഗാത്മകമായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ട ഏറ്റവും പവിത്രമായ ഒരു സംഗതിയാണ് അധ്യാപിക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരം കള്ളനാണയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കേരളം ഏറ്റവും ശക്തമായി ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ് ലഹരിക്കെതിരായിട്ട്. അപ്പോഴാണ് ആദ്യം 2 അധ്യാപികമാരെ, ഇപ്പോൾ 3ാമത് ഒരു അധ്യാപികയെയും ഈ രാസലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിച്ചു. ഇനി ഇതിൽ നൽകാനുള്ളൊരു സംഗതി, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട അധ്യാപകരോ മറ്റാരെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിശക്തമായ നടപടിയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുക. അതിനുവേണ്ട ഇനി നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണെങ്കിൽ അതുപോലും ചെയ്യാൻ സർക്കാർ ഒരുക്കമാണ്. കാരണം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഈ ഗവൺമെൻറ്റിന് ഒരു കോംപ്രമൈസുമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ കേസന്വേഷണം നടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും ഇവരെന്ത് ചെയ്തു, കുട്ടികളിലേക്ക് പോയിട്ടുണ്ടോ, ഇതൊക്കെ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരും. തീർച്ചയായിട്ടും അത് പുറത്തു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കട്ടെ, ഈ പിടിയിലായ കാവ്യയാണെങ്കിലും കീർത്തനയാണെങ്കിലും നീഷ്മയാണെങ്കിലും അവർ പെർമനൻ്റ് ടീച്ചേഴ്സ് അല്ല. അവരെ കരാറടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന അധ്യാപികമാരാണ്. മീൻസ് അധ്യാപികമാരായിരുന്നു, റിസോഴ്സ് പേഴ്സൺസ് ആയിരുന്നു. അപ്പോൾ അവരെ നമ്മൾ അധ്യാപകർ എന്ന് വിളിക്കുമ്പോൾ ഏകദേശം 99.999% അധ്യാപകർക്കും അതൊരു മാനസിക വിഷമം ഉണ്ടാക്കും. അപ്പോൾ BRCയിലെ പണിയെടുത്തിരുന്ന എന്ന് പറയുന്നതായിരിക്കും തൽക്കാലം നല്ലത്.